നേപ്പാളിൽ വളരെ ഗൗരവമായ കലാപം നടന്നു. ജെന്നിസെഡ് എന്ന് പറയുന്ന യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ ആരും ആഹ്വാനം ചെയ്ത് കാണും, ഇന്റേണൽ ആഹ്വാനം കാണും. പക്ഷേ എങ്കിൽ പോലും സോഷ്യൽ മീഡിയ അവിടെ നിരോധിച്ച സാഹചര്യത്തിൽ ആഹ്വാനം ചെയ്താലും എല്ലാവരിലും എത്തിക്കാനും പ്രയാസമായിരുന്നു. എങ്കിലും വലിയൊരു സമൂഹം ജനങ്ങൾ പുറത്തിറങ്ങി സമരം ചെയ്തു. അവസാനം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. പുതിയ പ്രധാനമന്ത്രി സുശീൽ കർക്കി മുൻ ചീഫ് ജസ്റ്റിസായിട്ടുള്ള വനിതയായിട്ടുള്ള ഏക വനിതയാണ് ചീഫ് ജസ്റ്റിസിലെ പ്രധാന വനിതയാണ്, ആദ്യത്തെ വനിതയായിട്ടുള്ള സുശീൽ കർക്കി അവിടെ പ്രധാനമന്ത്രിയായി. അവർ അവിടെ പ്രധാനമന്ത്രിയായ ശേഷം സോഷ്യൽ മീഡിയയിലെ ഈ പറഞ്ഞ ബാൻ പിൻവലിച്ചു. 2026 മാർച്ച് 5 തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചു. അടുത്ത ചോദ്യം, വീണ്ടും ഹിന്ദുരാഷ്ട്രമാകുമോ നേപ്പാൾ? കാരണം അവർ ഇപ്പോൾ ഈ ജെന്നിസെഡുകാർ സമരം ചെയ്തപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യയെ ചൂണ്ടിക്കാണിക്കുകയും നരേന്ദ്രമോദിയെ കണ്ടുപിടിക്കുകയും മോദിയെപ്പോലൊരു നേതാവ് ഞങ്ങൾക്ക് വേണമെന്നൊക്കെ പറയുകയും ചെയ്ത പുതിയ സാഹചര്യത്തിൽ നേപ്പാൾ വീണ്ടും ഹിന്ദുരാഷ്ട്രമാകുമോ? വലിയൊരു ചോദ്യമാണ്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി മാറി അവിടെ അധികാരത്തിൽ വന്നു കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷെ അത് നിമിഷ നേരം പോലും, മാസങ്ങൾ പോലും നിലനിന്നില്ല. അധികാരത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും മുഖങ്ങളെടുത്തപ്പോൾ ജനങ്ങളത് സമ്മതിച്ചില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ ഒരു 50 വർഷം മുമ്പാണെങ്കിൽ ഇതൊക്കെ നടക്കും. പക്ഷേ ഇപ്പോൾ ഇതൊന്നും നടക്കത്തില്ല. അടിമ ഉടമ സമ്പ്രദായമെല്ലാം പോയി, മുതലാളി തൊഴിലാളി സംവിധാനമെല്ലാം ഉടഞ്ഞു. തൊഴിലാളികൾ തന്നെ മുതലാളിമാരാകുന്ന പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്ന പുതിയ കോർപ്പറേറ്റ് ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേപ്പാളിൻ്റെ ചരിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സമാധാനത്തിലേക്ക് വരികയാണ്. തിരഞ്ഞെടുപ്പ് നടക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ വരുന്ന ചോദ്യം, വീണ്ടും അതൊരു ഹിന്ദു രാഷ്ട്രമാകുമോ, അതോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാകുമോ, അതോ ഇതെല്ലാത്തിനെയും കളഞ്ഞുകൊണ്ടൊരു സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കുമോ? സുശീൽ കർക്കിയുടെ നിലപാടിനി എന്തായിരിക്കും? അവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമോ? ഏതെങ്കിലും പാർട്ടിയിൽ ചേരുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു പറുദീസയായി നേപ്പാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും എന്താണ് അവിടെ സംഭവിക്കുക എന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ അത് പഴയതുപോലെ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറി. കാരണം ഹിന്ദു രാഷ്ട്രമായിരുന്നപ്പോൾ ഒരുപാട് സ്വാതന്ത്ര്യം ജനങ്ങൾ അനുഭവിച്ചിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായപ്പോഴാണ് എല്ലാ സ്വാതന്ത്ര്യവും അവർ തിരിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിലേക്ക് നേപ്പാളും മാറുകയാണോ എന്നൊരു സംശയം നേപ്പാളിൻ്റെ റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും 2026 മാർച്ച് 5 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. തിരഞ്ഞെടുപ്പ് നടക്കട്ടെ. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആർക്കാണ് മുൻതൂക്കം കിട്ടുക? ഹിന്ദുത്വവാദികൾക്കാണോ, അതോ കമ്മ്യൂണിസ്റ്റുകാർക്കാണോ, ലിബറൽ വാദികൾക്കാണോ, സ്വാതന്ത്ര്യവാദികൾക്കാണോ, അതോ ജെന്നിസെഡിനെ പോലുള്ള സംവിധാനം ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? അതും അറിയില്ല നമുക്ക്. കാരണം അവർ വലിയ മാസ് മൊബിലൈസേഷനാണ് നടത്തിയിരിക്കുന്നത്. അവർ കയറി മത്സരിക്കുമോ? ഒരു കാര്യം നമുക്കറിയാൻ കഴിയില്ല. എന്തായാലും നേപ്പാളിൻ്റെ ചരിത്രം വളരെ വിചിത്രമായി പോവുകയാണ്. അതൊരു ഹിന്ദു രാഷ്ട്രമായി പഴയതുപോലെ തിരിച്ചു വന്നാലും അത്ഭുതമില്ല എന്നുള്ള രീതിയിലാണ് നേപ്പാളിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്.